പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുന്നതിലാണ് നമ്മുടെ ജീവിത വിജയം നിലകൊള്ളുന്നത് എന്ന കാര്യം ജീവിതയാത്രയുടെ ഒരു ഘട്ടത്തിലും മറന്നുപോകരുത്. അല്ലെങ്കിൽ മനഃപൂർവം അവഗണിക്കരുത്. ഏതോ ഒരു സന്ദർഭത്തിൽ ഈ തീരുമാനത്തിന് വിരുദ്ധമായ വല്ലതും സംഭവിച്ചു എന്ന് തിരിച്ചറിയുന്ന നിമിഷം അതിൽ നിന്ന് തിരിഞ്ഞു നടക്കാൻ ശ്രദ്ധിക്കണം. അതാണ് മുത്തഖിയുടെ ലക്ഷണം. ഈ തഖ്വയാണ് നമ്മുടെ വിജയത്തിന്റെ അടിസ്ഥാനം. ജീവിതത്തിൽ ഒരിക്കലും കളവ് പറയുകയില്ല എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്ന പ്രവാചകന്മാരിലൂടെ വന്നു ലഭിച്ച പരമസത്യമാണിത്. ആ ഗൗരവത്തോടെ തഖ്വയുടെ പാഠങ്ങളെ കാണണം എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഓരോരുത്തരോടും ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ്, സന്മനസ്, സന്നദ്ധത, സാഹചര്യം എന്നിവയെല്ലാം നമുക്ക് ഒരുക്കിത്തരുമാറാവട്ടെ. തഖ്വക്ക് വിരുദ്ധമായി നമ്മളിൽ നിന്ന് സംഭവിക്കുന്ന വ്യതിചലനങ്ങൾ, വീഴ്ചകൾ, തെറ്റുകുറ്റങ്ങൾ, പോരായ്മകൾ പരമകാരുണികനായ നാഥൻ നമുക്ക് പുറത്തു തരുമാറാവട്ടെ. മാതാപിതാക്കളെ സംബന്ധിച്ചാണ് ചില കാര്യങ്ങൾ ഉണർത്തണം എന്നുദ്ദേശിക്കുന്നത്. മാതാപിതാക്കളെ സംബന്ധിച്ചുള്ള ഉണർത്തലുകൾ സാമൂഹിക ജീവിതം നയിക്കുന്ന മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം കുടുംബ ഘടനയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളവും നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കേണ്ട ഉണർത്തലുകളിൽപ്പെട്ട ഒന്നാണ്. മനുഷ്യന്റെ ജീവിതത്തിന്റെ ഭദ്രമായ നിലനിൽപ്പും സുഗമമായ മുന്നോട്ടുള്ള പോക്കും മാതാപിതാക്കൾ, മക്കൾ എന്നിങ്ങനെയുള്ള സംവിധാനങ്ങളിലൂടെ സാധ്യമാകുന്ന ഒന്നാണ്. മനുഷ്യന്റെ അവസ്ഥ, ഒരു ചെറിയ കുഞ്ഞിനെ നമുക്ക് ഒരു മാതാവിന്റെ മടിത്തട്ട് കാണാതെ, സങ്കല്പിക്കാതെ വിഭാവന ചെയ്യാൻ കഴിയില്ല എന്ന പോലെ ജീവിതം കുറച്ചങ്ങ് മുന്നോട്ട് പോയി വാർദ്ധക്യത്തിന്റെ ഒരു ഘട്ടത്തിലേക്ക് എത്തിയാൽ ആരുടെയെങ്കിലും സംരക്ഷണവും പരിചരണവും പരിപാലനവും കൂടാതെ ഒരു വൃദ്ധനായ മനുഷ്യനെയും നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. വിശുദ്ധ ഖുർആൻ തന്നെ ഈ ഒരു രണ്ടാം ശൈശവം എന്ന ഒരവസ്ഥ പോലെയാണ് പ്രായാധിക്യത്തെ വിശദീകരിച്ചിട്ടുള്ളത്. പലയിടത്തും അത് കാണാൻ സാധിക്കും. സെക്കൻഡ് ചൈൽഡ്ഹുഡ് എന്ന്
മനഃശാസ്ത്രപരമായി വാർദ്ധക്യത്തെ സംബന്ധിച്ച് പറയുന്നതും കേട്ടിട്ടുണ്ട്. ഇതൊരു പൊതു യാഥാർത്ഥ്യമാണ്. ഏതോ ഒരവസ്ഥയിൽ ഏതോ ഒരാൾക്ക് വന്നു ചേരുന്ന സ്ഥിതിവിശേഷമല്ല. മനുഷ്യനായി ജനിച്ച് ഭൂമിയിൽ ജീവിക്കുവാൻ അവസരം ഒരൽപ്പം കാലം ദീർഘിച്ച് റബ്ബിൽ നിന്ന് ലഭിക്കുന്നുവെങ്കിൽ പ്രായം വർദ്ധിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കും. അപ്പൊ അത് വാർദ്ധക്യം എന്ന് പറയുന്ന ഒരവസ്ഥ വേറെയാണ്. ആ അവസ്ഥ കൂടി മാതാപിതാക്കൾക്ക് വന്നു ചേരുന്ന സാഹചര്യവും ഉണ്ടാകും. അപ്പൊ മാതാപിതാക്കൾ എന്ന് പറയുന്ന പരിഗണനയോടൊപ്പം വൃദ്ധജനങ്ങൾ എന്ന പരിഗണന കൂടി അവരധികമായി അർഹിക്കുന്നു എന്നാണ് ആ പറയുന്നതിന്റെ അർത്ഥം. മാതാപിതാക്കളോടുള്ള കടപ്പാടുകളെ സംബന്ധിച്ച് ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കളോട് പുണ്യം ചെയ്യുക, നന്മയിൽ വർത്തിക്കുക എന്ന ഒരു തലവാചകത്തിന്റെ കീഴിൽ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഖുർആനോ അല്ലെങ്കിൽ സുന്നത്തോ പരിശോധിച്ചാൽ ധാരാളം അധ്യാപനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതിനേക്കാൾ പ്രധാനപ്പെട്ട ദീനീ കാര്യങ്ങളെ സംബന്ധിച്ച് അത്ര വിശദമായിട്ട് അല്ലാഹ് പറഞ്ഞിട്ടില്ല എന്നും നിങ്ങൾക്ക് ബോധ്യപ്പെടും. അപ്പൊ നമ്മൾ 5 നേരം നമസ്കരിക്കുന്നത് വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും വെളിച്ചത്തിലാണ്. പലപ്പോഴും പറയാറുള്ളത് പോലെ നമസ്കാരത്തിന്റെ വിശദ രൂപം അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ച് നമുക്കത് പ്രായോഗികമായി തന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. ആ പ്രവാചകന്റെ ചര്യയും ആ നമസ്കാരവും അങ്ങ് മാറ്റിവെച്ചിട്ട് വിശുദ്ധ ഖുർആനിൽ നിന്നൊരുത്തൻ നമസ്കാരം പഠിക്കാൻ പോയാൽ അത് ഒരാൾ മാത്രമാണെങ്കിൽ മാത്രമേ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കുകയുള്ളൂ. അയാൾ പഠിച്ചതനുസരിച്ച് വേറൊരുത്തനോട് പറയുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ ഭിന്നതകൾ തുടങ്ങും. അപ്പൊ അത്രയും അത്യാവശ്യ കാര്യങ്ങൾ മാത്രമേ നമസ്കാരം പോലെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാ കർമ്മത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ നേരിട്ട് കൈകാര്യം ചെയ്തിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ മറ്റെന്തൊക്കെ കാര്യങ്ങൾക്ക് സ്ഥലം അനുവദിച്ചു എന്ന് നോക്കിയാൽ വലിയ ഒരളവിൽ വിശദാംശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നേരിട്ട് പറഞ്ഞ അപൂർവം വിഷയങ്ങളിൽ ഒരു വിഷയമാണ് മാതാപിതാക്കളോടുള്ള നമ്മുടെ പെരുമാറ്റം എന്ന് പറയുന്നത്. വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലത്ഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നിൻ വഫിസാലുഹു ഫീ ആമൈൻ അനിഷ്കുർ ലി വലിവാലിദൈക ഇലയ്യൽ മസീർ. സൂറത്തുൽ ലുഖ്മാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു വസിയ്യത്ത്, വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി, വസിയ്യത്ത് അതുപോലെ ഖള, അംർ, കൽപ്പന എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങൾ, ഗൗരവപ്പെട്ട പ്രയോഗങ്ങൾ, വിശുദ്ധ ഖുർആൻ ഗൗരവപ്പെട്ട വിധികൾ നമ്മളിലേക്ക് കൈമാറാൻ വേണ്ടി പ്രയോഗിച്ച പ്രയോഗങ്ങൾ, അതെടുത്തുകൊണ്ടാണ് മാതാപിതാക്കളോടുള്ള നമ്മളുടെ ഇടപാടുകളെ, ബന്ധത്തെ സംബന്ധിച്ച് പറയുന്നത്. ഭൂമിയിൽ കുറെ മനുഷ്യരുണ്ട്. ആ മനുഷ്യരുടെ കൂട്ടത്തിൽ 2 ആളുകൾ, ഒരാണും ഒരു പെണ്ണും എന്റെ ഉപ്പയും ഉമ്മയുമാണ് എന്ന ഒരു കാഴ്ചപ്പാടല്ല അതിലുള്ളത്. നേരെ മറിച്ച് എനിക്ക് ഈ ദുനിയാവിൽ ഈ ഉപ്പ ഉമ്മ എന്ന് പറയുന്ന മാതാപിതാക്കൾ എന്ന് നമ്മൾ പറയുന്ന ഈ 2 ആളുകളോട് ഈ ഉലകത്തിൽ ആരോടുമില്ലാത്ത കടപ്പാടും ബാധ്യതയുമുണ്ട്. അവർ മറ്റു കുറെ ആളുകളുടെ കൂട്ടത്തിൽ 2 ആളുകളല്ല, അവർ 2 ആളുകളാണ്. അങ്ങനെ അവർ മാത്രമേ ഉള്ളൂ എന്ന് വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും ഈ അധ്യാപനങ്ങളൊക്കെ മുമ്പിൽ വെച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കഴിഞ്ഞ പ്രാവശ്യം കുടുംബത്തെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, കുടുംബ ബന്ധത്തിൽ വലിയ വിള്ളലുകൾ ഉണ്ടായ ശേഷം അടുത്ത രക്തബന്ധുക്കളെക്കാൾ അടുത്ത സുഹൃത്തുക്കൾ ഉണ്ടാവുകയും അടുത്ത രക്തബന്ധുക്കൾ അകന്ന ആളുകളായി തീരുകയും ചെയ്യുന്നുവെങ്കിൽ
അതൊരു ക്രമപ്രശ്നമാണ്, ഗൗരവപ്പെട്ട ഒരു പ്രശ്നം. അതുപോലെ തന്നെയാണ് ഒരാളെ സംബന്ധിച്ചിടത്തോളം വേറെ എല്ലാവരോടും ഇയാൾ നല്ല ബന്ധത്തിലാണ്. പക്ഷെ സ്വന്തം മാതാപിതാക്കളോടുള്ള ബന്ധം ശരിയല്ലെങ്കിൽ, ആ ബന്ധം ശരിയല്ലാതായി തീരുന്നതിന് മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്ന് എന്ത് തകരാറുണ്ടായിട്ടുണ്ടെങ്കിലും ആ തകരാറുകളൊന്നും ഈ ബന്ധം ശരിയാക്കാതിരിക്കുന്നതിന്, ശരിയല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ന്യായമല്ല എന്ന് ഖുർആൻ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറഞ്ഞ അളവിൽ ഞാൻ അതിലേക്ക് ഇപ്പോൾ വെളിച്ചം വീശാം. അപ്പോ മാതാപിതാക്കളോട്, മനുഷ്യരോട് അവരുടെ മാതാപിതാക്കളുടെ കാര്യത്തിൽ നാം വസിയ്യത്ത് ചെയ്തിരിക്കുന്നു. അവന്റെ ഉമ്മ അവനെ ഞെരുക്കത്തിന്റെ മേൽ ഞെരുക്കം, പ്രയാസത്തിന്റെ മേൽ പ്രയാസം അനുഭവിച്ചുകൊണ്ടാണ് ഗർഭം ധരിച്ചത്. പിന്നെ 2 വർഷം ഈ മാതാവിന്റെ തന്നെ പരിചരണത്തിലാണ്. അത് കഴിഞ്ഞിട്ടേ ഒരു മാതൃത്വത്തിൽ നിന്ന് ഒരല്പം അകലം പാലിക്കുന്നുള്ളൂ. മുലകുടിപ്രായമാണ്. അനിഷ്കുർലി വലിദൈക് ഇലയ്യൽ മസീർ. അതുകൊണ്ട് എനിക്ക് നീ നന്ദി കാണിക്കണം, നിന്റെ മാതാപിതാക്കളോടും നന്ദി കാണിക്കണം, എന്നിലേക്കാണ് നിന്റെ മടക്കം. ഇത്രയും പറഞ്ഞ ശേഷം ഈ ആയത്തിന് തൊട്ടു മുന്നേ ലുക്മാനുൽ ഹക്കീം തന്റെ മകനെ ഉപദേശിക്കുമ്പോൾ ഷിർക്കിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഷിർക്ക് വളരെ ഗൗരവപ്പെട്ട ഒരു അക്രമമാണ് എന്നൊക്കെ പ്രയോഗിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ വേറെ സ്ഥലത്ത് ഷിർക്കില്ലാത്ത എല്ലാ പാപങ്ങളും അള്ളാഹ് ഇച്ഛിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും. മനഃപൂർവ്വം ഷിർക്ക് ചെയ്യുകയും ആ ഷിർക്കിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ അത് അള്ളാഹ് കണ്ണടക്കുകയില്ല, അതിന് നേരെ റബ്ബ് കണ്ണടക്കുകയില്ല. അത് ഗൗരവത്തിൽ ശിക്ഷക്കർഹമാകുന്ന ഒരു വിഷയമാണ് എന്ന് പ്രസ്താവിക്കുന്നുണ്ട്. അപ്പൊ ഈ ആയത്തുകൾ കഴിഞ്ഞ് ഇപ്പൊ ഈ വസൈനൽ ഇൻസാന ബിവാലിദൈഹി എന്ന് തുടങ്ങുന്ന ഈ ആയത്ത് കഴിഞ്ഞ് തൊട്ടടുത്ത സൂക്തത്തിൽ അള്ളാഹു പറയുന്നത് ഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽമുൻ, നിനക്ക് അറിവില്ലാത്ത ഒരു മാർഗത്തിലൂടെ എന്നിൽ പങ്കു ചേർക്കാൻ അവർ രണ്ടുപേരും നിന്നെ നിർബന്ധിക്കുകയാണെങ്കിൽ, ഇതിനേക്കാളും വലിയൊരു അപരാധം ഇനി മാതാപിതാക്കൾക്ക് മക്കളോട് ചെയ്യാൻ കഴിയില്ല. വേറെ എന്താണ്? സാക്ഷാൽ റബ്ബുൽ ഇസ്സത്തിൽ പങ്കു ചേർക്കാൻ ഒരു മാതാവോ ഒരു പിതാവോ അല്ലെങ്കിൽ അവർ രണ്ടുപേരും കൂടിയോ ഒരു മകന് നിർബന്ധിക്കുന്ന അവസ്ഥ സമൂഹത്തിന്റെ പല ഘട്ടത്തിലും, ഇസ്ലാമിക സമൂഹത്തിന്റെ വളർച്ചയുടെ പല സന്ദർഭങ്ങളിലും ഇങ്ങനത്തെ കുടുംബ സാഹചര്യങ്ങളിൽ മക്കൾ വളർന്നിട്ടുണ്ടാകും. അതിൽ അത്ഭുതമൊന്നുമില്ല. അപ്പൊ അങ്ങനെ അവര് രണ്ടുപേരും നിന്നെ എന്നിൽ പങ്കു ചേർക്കാൻ കൽപ്പിച്ചാൽ ഫലാ തുതിഉഹുമാ, അവരെ നീ രണ്ടുപേരെയും നീ അനുസരിക്കരുത്. അത്രയും പറഞ്ഞിട്ട് അള്ളാഹ് നിർത്തിയില്ല. വസ്വാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ, അവരോട് ഈ ദുനിയാവിൽ ഐഹിക ജീവിതത്തിൽ എത്ര കാലം നീയും അവരും ഉണ്ടാകുമോ അത്രയും കാലം നന്മയിൽ നല്ല രീതിയിൽ വർത്തിക്കണം. ശിർക്ക് ചെയ്യാൻ പ്രേരിപ്പിച്ച മാതാപിതാക്കളോട് പോലും ഒരു ബന്ധവും ഇനി അവരോട് പുലർത്തരുത്, എല്ലാം അറുത്തുമുറിച്ച് മാറ്റണമെന്നല്ല അള്ളാഹുവിന്റെ കൽപ്പന. ആ കാര്യത്തിൽ അനുസരിക്കരുത്, ഒരു സംശയവുമില്ല. കാരണം അവിടെ അത് മറ്റുള്ള ഈ മാതാപിതാക്കളുടെ അധികാരത്തിനും അപ്പുറത്തുള്ള ഒരു വിഷയത്തിലാണ് അവർ ഇടപെട്ടിട്ടുള്ളത്. അവരനുസരിക്കേണ്ട ബാധ്യത നിനക്കില്ല. ഒരു കാരണവശാലും അനുസരിച്ചു പോകരുത് ശിർക്ക് ചെയ്യാൻ മാതാപിതാക്കൾ നിന്നോട് കൽപ്പിച്ചാൽ. പക്ഷെ ശിർക്ക് ചെയ്യാൻ അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ കൽപ്പിച്ചവരാണല്ലോ ഇയാൾ, അല്ലെങ്കിൽ കൽപ്പിച്ചവനാണല്ലോ ഇവർ എന്ന് കരുതി അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ തുടർന്നുള്ള അവരോടുള്ള സമീപനത്തിന്റെ ഒരു അടിസ്ഥാനം ഇതായി തീരരുത്. അവരോട് നീ നല്ല നിലയിൽ വർത്തിക്കണം. എന്നിലേക്ക് ഖേദിച്ചു മടങ്ങിയവരുടെ വഴി പിന്തുടരണം. മടക്കം അള്ളാഹുവിലേക്കാണ്. അപ്പോ ഇങ്ങനെ വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്ന ഈ ഒരു വശം നമ്മൾ ഇത് വെച്ച് ചിന്തിക്കുമ്പോൾ പല കുടുംബങ്ങളിലും മാതാപിതാക്കളും മക്കളും തമ്മിൽ നിർഭാഗ്യവശാൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതും ഉണ്ടാകാം. അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ ബന്ധങ്ങൾ വിള്ളൽ വീണ് അകന്ന് നിലകൊള്ളുന്നവരും ഉണ്ടാകാം.
പക്ഷെ ഒരവസ്ഥയിലും സ്വന്തം മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്ന് എത്രമേൽ വലിയ അപരാധം സംഭവിച്ചാലും അവരുമായി ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ അല്ലെങ്കിൽ ഒന്നിലധികം മക്കൾ പിണങ്ങി നിലകൊള്ളുക എന്നത് ഇസ്ലാമിക ദൃഷ്ട്യാ അചിന്ത്യമായ കാര്യമാണ്. ഞാൻ പറയാ, അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും കാരണവശാൽ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന ആദ്യത്തെ നിമിഷം അവരുമായിട്ട് ബന്ധം ചേർക്കുന്നതിന് നമ്മൾ മുൻകൈയെടുക്കണം. അതിൽ കേസ് മൊത്തം വിസ്തരിച്ചിട്ട് അതിന്റെ ആക്കത്തൂക്കങ്ങൾ നോക്കിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ അതിലേക്ക് എന്റെ പിതാവ് വരുമ്പോഴേ ഞാൻ അയാളുമായിട്ട് അദ്ദേഹവുമായിട്ട് ബന്ധം ശരിപ്പെടൂ എന്ന വാശിയിൽ നമ്മൾ നിലകൊള്ളരുത്. അങ്ങനെ വാശിയിൽ നിലകൊണ്ടുകൊണ്ട് നമുക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയും എന്ന് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിക്കുന്ന അധ്യാപനങ്ങൾ വെച്ചുകൊണ്ട് പറയാൻ പ്രയാസമാണ്. ഇത് ഈ ഒരു ആയത്തിന്റെ മാത്രം സ്വഭാവമല്ല. അള്ളാഹുവിനോടുള്ള കടപ്പാടുകളെ പറ്റി ഞാൻ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പോ 3 തരം ബന്ധങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളും നമ്മുടെ റബ്ബും തമ്മിലുള്ള ബന്ധമാണ്. അപ്പൊ റബ്ബിനോടുള്ള ബന്ധം എങ്ങനെയാവണം? വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ്. സൂറത്ത് ഇസ്രായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിന്റെ റബ്ബ് നിന്നോട് കൽപ്പിച്ചിരിക്കുന്നു, നിയമമാക്കിയിരിക്കുന്നു, അവന് മാത്രമേ വഴിപ്പെടാവൂ. ജീവിതത്തിൽ അവസാന വാക്കായിട്ട് നിങ്ങൾ ആരെയാണോ കാണുന്നത് അത് അവനെ മാത്രമായിരിക്കണം. സ്വതന്ത്രമായി നിങ്ങൾ കൽപ്പിക്കാൻ ആർക്കാണോ അധികാരം നൽകുന്നത് അത് അവന് മാത്രമായിരിക്കണം. ആർക്ക്? റബ്ബുൽ ഇസ്സത്തിന്. വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. തുടർന്ന് മാതാപിതാക്കളോട് നന്മയിൽ വർത്തിക്കണം. അപ്പൊ റബ്ബിനോടുള്ള 2 പ്രധാന ബന്ധങ്ങളാണ്. അള്ളാഹുവിനോടുള്ള ബന്ധത്തെ പറ്റി പറഞ്ഞിട്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് സൃഷ്ടികളിൽ പ്രഥമ പരിഗണന അറിയിക്കുന്ന മാതാപിതാക്കളെയും അള്ളാഹ് ചേർത്ത് പറഞ്ഞിരിക്കണം. എന്നിട്ടാണ് പിന്നെ റബ്ബിനോടുള്ള കടപ്പാടിന്റെ വിശദാംശങ്ങളല്ല പറയുന്നത്. ആ വിവരണ ശൈലിയിൽ അള്ളാഹ് സ്വീകരിച്ച മുൻഗണനാക്രമം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ആ വിവരണ ശൈലിയിൽ റബ്ബ് സ്വീകരിച്ച മുൻഗണനാ ക്രമം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അള്ളാഹുമായി ബന്ധപ്പെട്ട എല്ലാം പറഞ്ഞു തീർത്ത ശേഷം പിന്നെ പടപ്പുകളിലേക്ക് വരുമ്പോ അതിൽ മാതാപിതാക്കൾക്ക് പ്രഥമ പരിഗണന. അങ്ങനെയല്ല. റബ്ബുമായുള്ള ബന്ധം പറഞ്ഞ് അതിൽ ഒരു പ്രസ്താവന നടത്തിയോ എങ്കിൽ പിന്നെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അങ്ങ് വിസ്തരിച്ചു പറയാണ്. വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. താങ്കളുടെ നാഥൻ, നിന്റെ നാഥൻ നിന്നോട് കൽപ്പിച്ചിരിക്കുന്നു, നിങ്ങൾ റബ്ബിനോട് അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു, അവന് മാത്രമേ നിങ്ങൾ വഴിപ്പെടാവൂ. ആ കാര്യത്തിൽ ആ കരുതൽ, ആ ജാഗ്രത ഉണ്ടാകണം. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് ഇഹ്സാനിൽ വർത്തിക്കണം. എന്നിട്ട് അപ്പോ എന്നിട്ട് അതിന്റെ വിശദാംശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഇതേ ആശയം ഒന്നിലധികം സ്ഥലത്ത് വിശുദ്ധ ഖുർആനിൽ നിങ്ങൾക്ക് കാണാം. വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹുസ്ന എന്ന് പറഞ്ഞുകൊണ്ടും സമാന സ്വഭാവത്തിൽ ഇതേ ആശയം ആവർത്തിക്കുന്നത് കാണാൻ സാധിക്കും. അവർ 2 പേരുമോ, അതായത് മാതാപിതാക്കളിൽ ഒരാളോ അല്ലെങ്കിൽ അവർ 2 പേരുമോ വാർദ്ധക്യ സഹജമായ അവസ്ഥയിൽ വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന വഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ. അവർ വാർദ്ധക്യ സഹജമായ പ്രായം ചെന്ന ഒരവസ്ഥയിൽ നിന്റെ കൂടെ അവരിൽ ഒരാളോ 2 പേരോ ഉണ്ടാകുമ്പോൾ വലാ തഖുൽ ലഹുമാ ഉഫിൻ, അവർക്ക് അതൃപ്തികരമാകുന്ന രീതിയിൽ ഛേ എന്നുപോലും നീ പ്രയോഗിക്കരുത്. വലാ തൻഹറുഹുമാ, അവരോട് മുഷിപ്പ് കാണിക്കരുത്. നമുക്കിഷ്ടമില്ലാത്തവർ പറഞ്ഞു എന്ന് വരും. അതിൽ വേറൊരു വിഷയവും കൂടിയുണ്ട്. ഈ പല കുടുംബ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം ഒരു പക്ഷേ അങ്ങനെയൊക്കെ സംഭവിക്കുന്നതായിരിക്കും. അതെന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യന് പ്രായം കുറച്ചധികമാകുമ്പോ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരവസ്ഥ, അപ്പം കഴിഞ്ഞ കാര്യം അവരുടനെ മറക്കും. മറന്നതായിട്ട് അഭിനയിക്കല്ല. മനുഷ്യന്റെ ഒരു അവസ്ഥ വെച്ചിട്ട് ഒന്നുമൊക്കെ ഉണ്ടാക്കിയ ശേഷം ഇപ്പൊ ഞാൻ ഒന്നു എടുത്തിരുന്നോ, വീണ്ടും ഒന്നു, അല്ല ഇപ്പൊ നിങ്ങളല്ലേ ഇപ്പൊ ഒന്നു എടുത്തത്, ഞാൻ ഒന്നു എടുത്തിരുന്നോ, അങ്ങനെ മറക്കും. ചെറുപ്പക്കാർക്ക് തന്നെ ഇങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ആ വിശ്വാസിന്റെ പിന്നാലെ പോകരുത്. ഒതു കൊടുത്തു എന്നൊരു ഉറപ്പിൽ എന്നതാണ് ഉറപ്പെങ്കിൽ ആ ഉറപ്പിൽ അങ്ങ് നിൽക്കണം. ഏത് വിശ്വാസിന്റെ വിഷയവും ഉറപ്പിൽ നിന്ന് ശീലിച്ചുകൊണ്ടല്ലാതെ മറികടക്കാൻ കഴിഞ്ഞില്ലെന്ന് വരാം. അത് മറ്റൊരു ചർച്ചയാണ്. അപ്പോ ഇങ്ങനെ സംഭവിക്കും. അപ്പ കഴിഞ്ഞ കാര്യം അവർ മറക്കും.
പക്ഷേ അടിയന്തരാവസ്ഥക്കാലത്ത് പട്ടാളം ഇറങ്ങിയതോ അല്ലെങ്കിൽ കരിഞ്ചന്തക്കാലത്ത് പുഴുവുള്ള കഞ്ഞി കുടിച്ചതോ അതിന്റെയൊക്കെ കഥ അവർ വളരെ ഉദാരമായിട്ട് വിവരിക്കും. ഇത്രയും ഓർമ്മയുള്ള ഈ മനുഷ്യൻ ഇപ്പൊ ഞാൻ ഈ ചോദിച്ചത് മാത്രം അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് മാത്രം മറന്നു എന്ന് ഒരുപക്ഷെ ചെറുപ്പക്കാരിയോ ചെറുപ്പക്കാരനോ ആയ ഒരു മകനോ മകളോ പേരമകളോ പേരക്കുട്ടിയോ മനസ്സിലാക്കിയെന്ന് വരില്ല. കുഴിയിലേക്ക് കാല് നീട്ട ഇരിക്കുന്ന അവസ്ഥയിലും ഈ കിളവന്റെ ഒരു ദാർഷ്ട്യം കണ്ടോ? അത്ര അടഞ്ഞ നുണയാ പറയുന്നത്. അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ മനുഷ്യന്റെ ഈ ഏറ്റ വ്യത്യാസങ്ങളെ കുറിച്ച് മനസ്സിലാക്കട്ടെ. നമ്മൾ മനസ്സിലാക്കാതെ ആയിരുന്നിട്ടുണ്ടെങ്കിൽ ഇത് മനഃപൂർവ്വം പറയുന്നതാണ്. അപ്പൊ എന്താണ്, അദ്ദേഹം ഒരു കാര്യം അങ്ങനെ എന്നോട് ചോദിച്ചിട്ടില്ല അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, അടച്ചു നിഷേധിക്കുന്നു. അതൊരു കുറച്ചധികം വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോ മനുഷ്യന്റെ മനസ്സിന് സംഭവിക്കുന്ന അവസ്ഥകളാണ്. അപ്പ നടന്നത് ഉടനെ മറന്നു പോവുകയും പണ്ട് നടന്നത് വളരെ നന്നായി ഓർക്കുകയും ചെയ്യും എന്ന അവസ്ഥയും സംഭവിക്കാം. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കാതെ പെരുമാറുകയാണെങ്കിൽ ഇവരോടൊക്കെ നമുക്ക് വെറുപ്പും വിരോധവും ഉണ്ടാകാൻ വേറെ ന്യായങ്ങളൊന്നും വേണ്ട. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രസ്താവന നമ്മളോട് അവർ നടത്തിയിട്ട് അത്തരം സാഹചര്യങ്ങളിലാണ് അള്ളാഹ് ഈ പറയുന്നത്. അല്ലാതെ എല്ലാം നേരെ ചൊവ്വേ ഇരിക്കുന്ന സമയത്ത് അവരോട് ചെയ്യുന്ന പറയരുത് എന്നോ അനിഷ്ടം പ്രകടിപ്പിക്കരുത് എന്നോ അല്ല. മനുഷ്യരെന്ന നിലക്കാർ നമ്മോടൊപ്പം ഉണ്ട്. അവരുടെ ശക്തി ദൗർബല്യങ്ങളുണ്ട്, അവരുടെ ആ പ്രായത്തിന്റെ പ്രശ്നങ്ങളുണ്ട്, അവരുടെ മനോഭാവങ്ങളിൽ പ്രകടമാകുന്ന ഈ തരത്തിലുള്ള വൈവിധ്യങ്ങളോ വൈരുദ്ധ്യങ്ങളോ ഒക്കെ ഉണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ട് അവരോട് നമ്മൾ പെരുമാറുമ്പോ എങ്ങനെ വേണം, ഇതിനെപ്പറ്റിയാണ് റബ്ബ് പറഞ്ഞു തരുന്നത്. വിസ്തരിച്ച നമസ്കാരത്തിന്റെ അത്യാവശ്യം റക്അത്തുകളുടെ എണ്ണമോ റുക്കുവിന്റെയും സുജൂദിന്റെയും പിന്നെ എണ്ണമോ പോലും വിശദീകരിക്കാത്ത വിശുദ്ധ ഖുർആൻ അവർ രണ്ടുപേർ അല്ലെങ്കിൽ രണ്ടിലൊരാൾ വാർദ്ധക്യ സഹജമായ അവസ്ഥയിൽ നിന്റെ കൂടെ ആയിരിക്കുമ്പോ അവരോട് നീ ഛേ എന്ന് പോലും പറയരുത്, എന്നല്ല അവരോട് വെറുപ്പ് പ്രകടിപ്പിക്കരുത്. മാന്യമായിട്ട് അവരോട് സംസാരിക്കണം. എന്നിട്ട് അടുത്ത പ്രയോഗം അതിനേക്കാൾ ശക്തമാണ്. നീ അവർക്ക് വിനയത്താൽ കാരുണ്യം നിറഞ്ഞ നിന്റെ ചിറക് വിടർത്തി കൊടുക്കണം. ഈ പക്ഷികൾ, കോഴിയൊക്കെ കോഴിയുടെ കുഞ്ഞുങ്ങളെ അതിന്റെ ചിറകിനടിയിൽ വെക്കുമല്ലോ. ഇതാണ് ജനാഹദ്ദുല്ലി മിനർ റഹ്മ എന്ന് പറയുന്നത്. ചെറിയ കോഴിക്കുഞ്ഞുങ്ങളുടെ ചുണ്ടും കണ്ണിന്റെ ഭാഗം മാത്രം ഇങ്ങനെ പുറത്തേക്ക് കാണും, അമ്മയുടെ ചിറകിനടിയിൽ ഒളിച്ചിട്ട് സുരക്ഷിതമായിട്ട് ഇരുന്നിട്ട്. അതൊരവസ്ഥയാണ്. ഏതു മനുഷ്യനും നിസ്സഹായതയിൽ ആഗ്രഹിക്കുന്ന ഒരവസ്ഥ. അതിനെപ്പറ്റി പരിശുദ്ധ ഖുർആൻ പറഞ്ഞപ്പോ ഒരു പ്രയോഗം കൂടി നടത്തിയിട്ടുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എന്നല്ല പ്രയോഗിച്ചത്. കാരുണ്യത്തിന്റെ ചിറക് നമ്മൾ പലർക്കും ഉയർത്തി കൊടുക്കും. കാരുണ്യത്തിന്റെ ചിറക് നമ്മളിപ്പോ ഒരാളോട് കരുണ കാണിച്ച് ഒരു 50, 500, 5000 എടുത്ത് കൊടുക്കുമ്പോ പാവപ്പെട്ടവൻ വന്നതാണ്, അയാളുടെ പ്രശ്നങ്ങൾ നമ്മൾ കേട്ടു, നമ്മളപ്പോ അവന്റെ ഒക്കെ മേലെയാണ്, അള്ളാഹു നിയമത്ത് തന്നിട്ടുണ്ട്, ഒരു പരിധിക്കപ്പുറം അഹങ്കാരമൊന്നുമില്ല, പക്ഷെ നമ്മളൊരു ഉയർന്ന ഭാവത്തിലാണ്. എന്നിട്ട് ആ പാവപ്പെട്ടവന്റെ പ്രശ്നം അത് ചെയ്തു കൊടുക്കുക എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. ഇത് കാരുണ്യം കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് ഒരു മേലെ നിന്ന് ഒരു ആധിപത്യ മേധാവിത്വ ഭാവത്തോടെയും ഇതൊക്കെ സംഭവിക്കാം മനുഷ്യന്. പക്ഷെ ഇവിടെ അള്ളാന്റെ പ്രയോഗം എന്താ? വിധേയത്വത്തോടെ, അതായത് ഒന്ന് കീഴൊതുങ്ങിയിട്ട്, ഞാൻ വമ്പനാണ്, ഇപ്പൊ ഇയാളെപ്പോ ഇതൊക്കെ ഇപ്പൊ എങ്ങനെയുണ്ട്, പണ്ടത്തെ ആ വടിയും ബൊമ്പൊക്കെ ഇപ്പൊ എവിടെ പോയി, ഇപ്പൊ എന്താ അവസ്ഥ? അപ്പൊ മകന് വിദ്യാഭ്യാസപരമായി, ബുദ്ധിപരമായി, ശാരീരികമായി, സാമ്പത്തികമായി ഒരുപാട് സിൽബന്ധികളും കൂട്ടാളികളുമുള്ള, ഒരുപാട് സ്വാധീനവും സമ്മർദ്ദവുമുള്ള, ഇങ്ങനെ പല അവസ്ഥയിലും നമ്മുടെ മക്കളാവുമല്ലോ. അപ്പൊ ആ മേധാവിത്വത്തിന്റെ ആ ഒരു ഉയർച്ചയിൽ നിന്നുകൊണ്ട് ഇവരോട് കരുണ കാണിക്കണം എന്നല്ല റബ്ബ് പറയണത്. നീ നിന്റെ ആ ഉയർന്ന വിധാനത്തിൽ നിന്ന് ഈ പിതാവിന്റെ ഒരു മകൻ എന്ന താഴ്ന്ന അവസ്ഥയിലേക്ക് വരണം. അവിടെ നിന്നിട്ട് അയാളോട് കരുണ കാണിക്കാൻ കഴിയണം. അതാണ് വിധേയത്വത്തിൽ നിന്നുകൊണ്ട് കാരുണ്യത്തിന്റെ ചിറക് ഉയർത്താൻ. വമ്പനാണെന്ന് കാണിച്ചിട്ട് അയാളെ ഒരു കരുണ അയാളോട് കാരുണ്യം കാണിക്കുന്നു എന്ന് വരുത്തി ചേർത്താ പോരാ. നീ എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് നിന്റെ ആ പഴയകാല നിസ്സഹായതയുണ്ടല്ലോ, ഉമ്മ
ഉമ്മ തിരിഞ്ഞു കിടന്നില്ല. കുഞ്ഞിനെന്തെങ്കിലും സംഭവിക്കുമെന്ന് കരുതി. ഒരു ഗർഭിണിയായ ഒരു സ്ത്രീയുടെ ഗർഭത്തിന്റെ ആ തുടക്കം മുതൽ പ്രസവം വരെയുള്ള ഘട്ടങ്ങൾ ഒരു പുരുഷൻ ആ സ്ത്രീയുമായിട്ട് സഹവസിച്ച് ഒന്നിച്ച് ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഈ വഹ്നൻ അലാ വഹ്ൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വളരെ പെട്ടെന്ന് മനസ്സിലാവും. ചില സ്ത്രീകൾക്കൊക്കെ ഈ അതിന്റെ ആദ്യഘട്ടങ്ങളിൽ വളരെ 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 പ്രയാസകരമായ അസ്വസ്ഥതകൾ ഉണ്ടാവും. അപൂർവം ചില സഹോദരിമാർക്ക് ഏതാണ്ട് പ്രസവം വരെ ഈ അവരുടെ ശുദ്ധികാലത്തിൽ ഇതിന്റെ ആ താളം തെറ്റിയത് മുതൽ അവരുടെ പ്രസവം വരെ ഇടങ്ങേറിലും പ്രയാസത്തിലും തന്നെയായിരിക്കും. നല്ല ആരോഗ്യവതിയും ഒട്ടുമിക്ക പ്രശ്നങ്ങളൊന്നുമില്ലാത്ത അവസ്ഥയിലുള്ള സഹോദരിമാർക്ക് പോലും 6-7 മാസം കഴിഞ്ഞാൽ നമ്മൾ തിരിഞ്ഞു മറിഞ്ഞു കിടക്കുന്നത് പോലെ തിരിഞ്ഞു മറിഞ്ഞു കിടക്കാൻ പറ്റൂല. ശാരീരികമായി അവർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടല്ല, ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു കിടന്നാവും മകനെന്തെങ്കിലും പറ്റുമോ, കുട്ടിക്കെന്തെങ്കിലും പറ്റുമോ, മകനോ മകളോ കുട്ടിക്കെന്തെങ്കിലും പറ്റുമോ. അപ്പൊ ഉമ്മ തിരിഞ്ഞു കിടന്നില്ല, ഉമ്മ പൊടുന്നനെ എണീറ്റില്ല, ഉമ്മ ചാടി എണീറ്റില്ല, അല്ലെങ്കിൽ ഓടി നടന്നില്ല. ഓരോ കാൽവെപ്പ് മുന്നോട്ട് വെക്കുമ്പോഴും സ്വന്തത്തെക്കാളേറെ സ്വന്തം ജനിക്കാൻ പോകുന്ന ആ കുഞ്ഞിന് വേണ്ടിയുള്ള ഒരു കരുതലുണ്ടല്ലോ, അത്രയും അവര് സഹിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ കടപ്പാട്, ഏറ്റവും ആദ്യം കടപ്പാട് ആരോടാണ്? ആവർത്തിച്ച് ഈ ആരോടാണ് എന്റെ കടപ്പാട് എന്ന ചോദ്യത്തിന് അത് നിന്റെ ഉമ്മയോട് എന്ന് വിവരിക്കാൻ മാത്രം പ്രാധാന്യമുള്ള ഒരു വലിയ ത്യാഗത്തിന്റെ കഥയാണ് മാതൃത്വം. അതുകൊണ്ട് നീ ഇപ്പൊ വളർന്നു വലുതായി ആരായിപ്പോയി, നിന്റെ കക്ഷത്തുള്ള കടലാസ് കെട്ടിന്റെ വില എത്ര? ഇതൊന്നുമല്ല ഇവിടെ പ്രാധാന്യം. ഇവിടെ നിന്നെ ഏതൊക്കെ നിസ്സഹായതയിലൂടെ നീ വളർന്ന് പുറത്തു വന്ന് എന്തൊക്കെ പരിചരണകളും ജാഗ്രതകളും നൽകിയിട്ടാണോ നിന്നെ ഈ അവസ്ഥയിലെത്തിച്ചത്, ആ കാര്യങ്ങൾ മുഴുവൻ ഓർത്തുകൊണ്ട് നിന്റെ ആ ഉത്തുംഗ ശൃംഗത്തിൽ നിന്ന് താഴെ ഒരു വിനയത്വത്തിന്റെയും വിധേയത്വത്തിന്റെയും നിലവാരത്തിലേക്ക് ഇറങ്ങി വാ. എന്നിട്ട് അവരെ കാണുക, എന്നിട്ട് അവരോട് കാരുണ്യം കാണിക്കുക. എന്നിട്ട് അവർക്ക് വേണ്ടി പെരുമാറേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിക്കുക മാത്രമല്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് കൂടി പറഞ്ഞിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ റുക്കൂയിലും സുജൂദിലും ഒക്കെ എന്താ പ്രാർത്ഥിക്കേണ്ടത് നീ അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. എല്ലാ വിശദാംശങ്ങളും ഹദീസുകളിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കും പ്രവൃത്തിയുമായി നമ്മുടെ മുമ്പിലെത്തി. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ അതേ സംബന്ധിച്ചൊക്കെ മൗനം പാലിച്ച വിശുദ്ധ ഖുർആൻ പ്രായം ചെന്ന മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണം എന്നതിനെ പറ്റി പറയുക മാത്രമല്ല, അവർക്ക് വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കണം, ആ പ്രാർത്ഥനയിലും ഒരു ഘടകമുണ്ട്. മക്കളെ പറ്റി പറയുമ്പോൾ അതേ സംബന്ധിച്ച് പറയാം. അപ്പൊ ഇത് വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഗൗരവത്തിൽ നമ്മൾ ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. ഒരാണും ഒരു പെണ്ണും മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഈ പരിഗണനക്ക് അർഹമായിട്ടുണ്ടാവുകയുള്ളൂ എന്ന കാര്യം ഉറപ്പാണ്. വേറെ ഉപ്പാക്ക് വേറൊരു ഭാര്യയോ ഉമ്മാക്ക് വേറൊരു ഉപ്പയോ ഉണ്ടാകുന്നുവെങ്കിൽ അത് സ്വന്തം ഉപ്പയുടെ പരിചരണത്തിന് അപ്പുറത്തുള്ള ഒരടുത്ത ബന്ധമാണ്. ആ ബന്ധത്തിന് അതിൻ്റെതായ വിലയുണ്ട്. പക്ഷേ അതിനേക്കാൾ പ്രാധാന്യമുള്ള ബന്ധമാണ് ഈ മാതാപിതാക്കൾ എന്ന് നേർക്കുനേരെ പറയുമ്പോൾ ഉദ്ദേശിക്കപ്പെടുന്നതിൽ. ഇസ്ലാം നേരത്തെ പറഞ്ഞ മാതിരി ബന്ധങ്ങളിൽ ചിലത് മറ്റു ചിലതിനേക്കാൾ പരിഗണന അറിയിക്കുന്നതാണ്. ഫീ കിതാബില്ല, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ എന്ന ബോധത്തോടെ മാതാക്കളെയും പിതാക്കളെയും കാണണം എന്ന് ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം മാതാപിതാക്കൾ എന്ന് പറയുന്ന ആ പദവി, അതിന്റെ ചുമതല, അതിന് നൽകുന്ന സ്ഥാനം, അതിന് നമ്മൾ കൊടുക്കേണ്ട പ്രാധാന്യം, ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിൽ കോറിയിട്ട് അതേ ഗൗരവത്തോടു കൂടി തന്നെ പരിപാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട അപൂർവം വിഷയങ്ങളിൽപ്പെട്ട ഒന്നാണ് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ആ അർത്ഥത്തിൽ ഈ ബാധ്യതകൾ നിർവഹിക്കുവാൻ റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കളിൽ അള്ളാഹുവിലേക്ക് യാത്രയായ പലരുമുണ്ട്, നിരവധി ആളുകൾ ഉണ്ടാവും. റഹ്മാനായ റബ്ബെ, അവരോടൊക്കെ നീ കരുണ കാണിക്കണേ തമ്പുരാനെ. അവരുടെ വീഴ്ചകൾ നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അവർക്ക് ജന്നാത്തുൽ ഫിർദൗസിൽ ഉന്നതമായ സ്ഥാനം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ പ്രായം ചെന്നവരുണ്ട്, രോഗികളായവരുണ്ട്, അവർക്ക് നീ ആശ്വാസം നൽകണേ അല്ലാഹ്. അവർക്ക് നിന്റെ കാവലുണ്ടാവണേ റബ്ബേ. പടച്ചവനെ, അവർക്ക് ഞങ്ങൾക്ക് വേണ്ടി ദീർഘായുസ്സോടുകൂടിയുള്ള ആരോഗ്യത്തോടുകൂടിയുള്ള ദീർഘായുസ് നൽകണേ തമ്പുരാനെ. പലതരത്തിലുള്ള രോഗങ്ങളുള്ളവർ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരിലുണ്ട്.
അങ്ങനെ മാരക രോഗങ്ങൾ അനുഭവിച്ച് പ്രയാസപ്പെട്ട് ICU-വിൽ മരണത്തോട് മല്ലടിക്കുന്ന ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത സഹോദരന്മാർക്ക്, സഹോദരികൾക്ക് നീ ആശ്വാസം നൽകണേ അല്ലാഹ്. അവർക്ക് ദീർഘായുസ്സും ആരോഗ്യവും വർദ്ധിപ്പിച്ചു കൊടുക്കണേ റബ്ബേ. പടച്ചവനെ, ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെയും എല്ലാം നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. أقول قولي هذا أستغفر الله لي ولكم ولجميع المؤمنين والمؤمنات واستغفروه إنه هو الغفور الرحيم.